Here inside my house, Sadaya Mandiram, Volatiyampalam, PO Mavelikira, Baranika village. And my house number is 89, Sadaya Mandiram. I am Deepa S. Panikar here inside my house. No bastards are here. Today is February 22nd and the time is 8:56. That means almost 9 o'clock. And no bastards are here. One Christian lady will be coming to this Subramanian's house every day without fail. And I don't know why this bastard is coming actually every day for creating stories. And even today by evening she was leaving with a guy actually in that one auto rickshaw. Okay. ഇങ്ങനെ ഓട്ടോയിൽ കയറി ഇവളിങ്ങനെ പോകുന്നുണ്ട്. ആ ഓട്ടോയിലെ നമ്പരൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൾ ഇവനും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. പല പല കള്ളക്കഥകൾ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കാനും ഇതൊക്കെയാണ്. ഇപ്പം കഥകൾ ഞാൻ എവിടെയൊക്കെയോ പോയെന്നാണെന്നുള്ള കഥകളൊക്കെയാണെന്ന് തോന്നുന്നു. ഒന്നുമല്ല, നമ്മൾ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്, സാദയ മന്ദിരം. നിങ്ങൾക്കെല്ലാം അറിയാം ഇവിടെയാണ്. അല്ലാതെ കണ്ടിടമൊന്നും നിരങ്ങേണ്ട കാര്യം എനിക്കില്ല. ഇതെൻ്റെ വീടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കഥകളുണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക കുറേ ആൾമാരും അവന്മാരും. ഇപ്പോൾ SNDPയിലെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി സത്യസന്ധമായ കാര്യങ്ങൾ. ഇങ്ങനെ ഇവൻ എന്നും നമ്മളെ മുണ്ട് പൊക്കി കാണിക്കുക. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വഴിയെ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീടിൻ്റെ സ്ഥലമാണ്, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ശല്യമാണ്. ഇവനെ അവിടെ അങ്ങ് നിൽക്കുകയാണ്. എന്തൊക്കെ നിന്നിട്ടാണ് ഇവൻ അങ്ങോട്ട് പോയേച്ച്. അപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഫോൺ നമ്മുടെ സംസാരിച്ചുകൊണ്ടിരുന്നിടത്തുകൊണ്ടാണ്, എൻ്റെ അമ്മയുമായിട്ട് ഇരുന്നിടത്തുകൊണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇവനെ സഡൻലി കാണുന്നത്. ഇവനവിടെ അങ്ങ് നിൽക്കുക, നമ്മളെ കണ്ടതും ഇങ്ങനെ തുറപ്പിച്ച കണ്ണുമായിട്ട്. എന്നിട്ടാണ് ഇവൻ മുണ്ടും പൊക്കി ഇങ്ങനെ നടക്കുക. ഇവന് ഭയങ്കര ഡ്രാമ. ഇപ്പോൾ ഇങ്ങനെ വിളിക്കുന്നതൊക്കെ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഇങ്ങനെ വിളിക്കും. ഇവനിങ്ങനെ വരുന്ന സമയമാകുമ്പോൾ എൻ്റെ അമ്മ വിളിക്കും. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഡ്രാമകളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇതിലൊക്കെ എന്തൊക്കെയോ അറിവുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പല പല ഡ്രാമയും കാണിച്ച് ഇങ്ങനെ നടക്കുക. എൻ്റെ അമ്മ ഇങ്ങനെ വിളിച്ച് കഴിയുമ്പോഴാണ് ഇവൻ വരുന്നത്. അങ്ങനെ അങ്ങ് വിളിച്ചുള്ള ഡ്രാമകൾ. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നത്, ആരും ഇങ്ങോട്ട് വരാറില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ വിളിക്കുക, ഡ്രാമ എടുക്കുക, ഇവനിങ്ങനെ വരിക, എന്നിട്ട് തുണിയും പൊക്കി നടന്ന് കാണിക്കുക. ഇവൻ്റെ ഇതുമെല്ലാം അത് നമ്മൾ SNDPയിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. ആൾക്കാർ പറയുന്നത് ഇവനെ അടി കൊടുക്കാനെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് നല്ല ശരിക്കും അങ്ങ് പൂശിയേക്കാനാണ് പറയുന്നത് ഇവനെ. അതുപോലത്തെ ആ തെമ്മാടിത്തരം കാണിക്കുന്ന പെണ്ണുങ്ങളോടൊന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി വേറെ എല്ലാവരും ചോദിക്കുന്നത് വേറെ ആണുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെ നടക്കും. ഇവനെ അടിച്ച് ശരിയാക്കി ഒതുക്കി ഇടത്തില്ലയോ എന്നാണ് പറയുന്നത്. തുണി പൊക്കി കാണിക്കുന്നവൻ ആരാന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. ഇപ്പം അത്ര തെമ്മാടിയായിട്ട് മാറിയിരിക്കുക ഇവൻ. ഭയങ്കര തെമ്മാടിത്തരം എൻ്റെ കയ്യിൽ. ഇവനൊക്കെ എന്തോ വലിയ ഗൂണ്ടകാണ്. 3 കോടി കൊണ്ട് കിട്ടിയപ്പോഴത്തേന് ഗൂണ്ടായിസോട്ടൊക്കെ നടക്കുക. കുറേ ഗൂണ്ടകൾ, കുറേ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന വലിയ ഗൂണ്ട, അതുപോലെ BJP ഗൂണ്ട, പിന്നെ കുറേ പ്രധാനമന്ത്രിത്തിലെ ഗൂണ്ട, ഇവന്മാർ ഗൂണ്ട. ഇത്രയാണ് ഏറ്റവും വലിയ മെയിൻ ഗൂണ്ടകൾ. സുബ്രഹ്മണ്യൻ ഗൂണ്ട. ഈ ഗൂണ്ടകളാണ് ഏറ്റവും മെയിൻ ഗൂണ്ടകളായിട്ട് നടക്കുന്നത് ഇവിടെ. ഇപ്പം ഇവരെ കവിഞ്ഞ് ഗൂണ്ടകളില്ല ഇവിടെ. വലിയ ഗൂണ്ടകളായിട്ട് നടക്കുക ഇങ്ങനെ. പിന്നെ ഒരു രാജമ്മ ഗൂണ്ട. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യത്തില്ല, വലിയ അഭിനയിക്കുകയാണ് ചുമ്മാതെ. ഭയങ്കര അഭിനയമാണ് ഇവർക്ക്. എൻ്റെ കാശ് എങ്ങനെ എൻ്റെ വസ്തുവും വകയൊക്കെ തട്ടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇവരും വലിയ പെരുമാറ്റങ്ങളൊക്കെ. നമ്മളെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടെയാണ് നടത്തിയത്. പ്രീതായസ് പണിക്കർ ഞാൻ BJPയെ ബന്ധമൊഴിഞ്ഞ് പറഞ്ഞു. ആരോടും പറയണ്ട ബന്ധം ഒഴിഞ്ഞതെന്ന്. ഇവൾ വിചാരിച്ചു എന്നെ അങ്ങ് വകവരുത്തി വെച്ചാൽ അവൻ്റെ കൂടെ അങ്ങ് പൊറുക്കാമെന്നാണ് വിചാരിച്ചു. അതിനാണ് പറഞ്ഞത്. ബന്ധം ഒഴിഞ്ഞെന്ന് ആരും അറിയണ്ടാന്ന് അവൾ പറയുകയാണ്. ആ കള്ളി കുറേ കാര്യങ്ങൾ ഉണ്ട്. തമിഴിനെ കെട്ടിയേച്ച് എല്ലാം വകവരുത്തി വെച്ച് നടക്കുക. എന്നെ അങ്ങ് ഇപ്പം എല്ലാവർക്കും അറിയാം. SNDPയിലൊക്കെ എല്ലാവർക്കും അറിയാം ഇവളുടെ ഭർത്താവ് ആത്മഹത്യ. ചിലവർക്കറിയാം കൊന്നു കെട്ടിത്തൂക്കിയതെന്ന്. ഇവിടെ വിചാരം ആർക്കും അറിയത്തില്ല. രത്നമ്മ എൻ്റെ അമ്മയ്ക്ക് മാത്രം അറിയത്തില്ല ആത്മഹത്യയാണെന്ന്. അവർക്കും അറിയാം നല്ല ശരിക്ക്. ഇവിടെ കൊച്ചിരവിയും കണ്ടവരും എല്ലാം ഇവരോട് പറയുന്നതെല്ലാം ഇവർക്കും അറിയാവുന്ന കൊന്നു കെട്ടിത്തൂക്കിയതെന്നൊക്കെ അറിയായിരിക്കും. കള്ളി എന്നിട്ട് പറയുന്നത് അറിയത്തില്ലെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. SNDPയിലെ എല്ലാവർക്കും അറിയാം ആത്മഹത്യ എന്നവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ചിലവർക്ക് അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയല്ല, ആത്മഹത്യയാണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിരുന്നത്. ആത്മഹത്യയൊന്നുമല്ല, അവനെ കൊന്നു കെട്ടി തൂക്കിയതാണ്. അതുപോലെ നമ്മളെ അങ്ങ് വകവരുത്താമെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രമാണമൊക്കെ ഫിനാൻഷ്യൽ ക്രൈസിസ് കഥകളൊക്കെ ഉണ്ടാക്കി വെച്ചങ്ങ് എൻ്റെ പ്രമാണം അടിച്ചെടുക്കാമെന്ന് ഇവിടുമാരൊക്കെ അങ്ങ് വിചാരിച്ചത്. അങ്ങ് പണക്കാരിയായിട്ട് അങ്ങ് വാഴാമെന്ന് വിചാരിച്ചു. പ്രീതായസ് പണിക്കറും BJP എല്ലാം കൂടെ നടക്കുക നമ്മളെ റെഡിയാക്കാൻ. ഇതാണ് യഥാർത്ഥ സംഭവം. എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ ആൾക്കാർക്കും. ആത്മഹത്യയൊന്നുമല്ല, എന്നെ കൊന്നു കെട്ടി തൂക്കിയതാണെന്ന്. മുതുകള്ളി. ഐ എം ദീപ എസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. ഇങ്ങനെ കഥകളുണ്ടാക്കുക. ഏത് കണ്ടവന്മാരുടെ ഒന്നും പുറകിന് പോകേണ്ട, കണ്ട ഓട്ടോക്കാരന്മാരെ ഒന്നും പുറകിൽ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ വീട്ടിലാണ്.